ഒരു അപ്കമിങ് സീക്വൻസിനെ പറ്റിയാണ് കേട്ടോ ഇന്ന് പറയാൻ പോകുന്നത്. അങ്ങനെ നമ്മുടെ ബാലചന്ദ്ര മേനോൻ അലീനേനെ സ്വന്തം മകളെ പോലെ സ്നേഹിക്കാൻ തുടങ്ങുകയാണ് കേട്ടോ. അലീനയും തിരിച്ച് ഒരു മകളെ പോലെ തന്നെ ബാലചന്ദ്ര മേനോനെ കെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ദിവസങ്ങൾ കഴിയുന്തോറും അവർക്കിടയിലുള്ള സ്നേഹം കൂടി കൂടി വരും കേട്ടോ. അങ്ങനെ പതിയെ പതിയെ ബാലചന്ദ്ര മേനോൻ തൻ്റെ ആരോഗ്യമൊക്കെ വീണ്ടെടുത്ത് പഴയ പോലെ തന്നെ ജ്വല്ലറിയിലും ടെക്സ്റ്റൈൽസിലൊക്കെ പോയി തുടങ്ങും കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കേട്ടോ ബാലചന്ദ്ര മേനോൻ്റെയും വൈജയന്തിയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറി വരുന്നത്. സാധാരണ എല്ലാ വർഷവും റിലേറ്റീവ്സിനെയും ഫ്രണ്ട്സിനെയും അതേപോലെ ഓഫീസിലെയും ഷോപ്പിലെയൊക്കെ സ്റ്റാഫിനെയൊക്കെ വിളിച്ച് വളരെ ആഘോഷമായിട്ടാണ് കേട്ടോ ആനിവേഴ്സറി ആഘോഷിക്കാറ്. എന്നാൽ ഈ വർഷം സ്ഥിതിഗതികൾ ആകെ മാറി മറിഞ്ഞു. ബാലചന്ദ്ര മേനോൻ ഇപ്പോഴും വൈജയന്തിയോട് ഒരു അകൽച്ചയിൽ തന്നെയാണ് കേട്ടോ പെരുമാറുന്നത്. രണ്ടുപേരും നേരെ ചൊവ്വയൊന്നും സംസാരിക്കുക പോലും ചെയ്യില്ല കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ വെഡ്ഡിങ് ആനിവേഴ്സറി വരുന്നത്. അങ്ങനെ കൃഷ്ണമോളാണെങ്കിൽ ഭയങ്കര സങ്കടത്തിലാണ് കേട്ടോ. അച്ഛൻ്റെ അമ്മയുടെ ഈ അകൽച്ച കണ്ടിട്ട് അങ്ങനെ വിഷമിച്ചിരിക്കുന്നത് കാണുമ്പോൾ നമ്മുടെ അലീന വന്ന് കാര്യം തിരക്കുന്നുണ്ട്. അപ്പോൾ കൃഷ്ണമോൾ പറയുന്നുണ്ട് കേട്ടോ, ചേച്ചി 2 ദിവസം കഴിഞ്ഞാൽ അച്ഛൻ്റെ അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറിയാണ്. എല്ലാ വർഷവും റിലേറ്റീവ്സിനെയും ഫ്രണ്ട്സിനെയും ഒക്കെ വിളിച്ച് വലിയ പാർട്ടിയൊക്കെ അറേഞ്ച് ചെയ്തിട്ട് നല്ല അടിപൊളിയായിട്ടാണ് അച്ഛൻ്റെ അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാറ്. എന്നാൽ ഇപ്രാവശ്യം ആഘോഷം പോയിട്ട് അവർ നേരെ ചൊവ്വയൊന്നും മിണ്ടുന്ന പോലുമില്ല. എനിക്കിതൊക്കെ കണ്ടിട്ടൊന്നും സഹിക്കുന്നില്ല ചേച്ചി. അപ്പം അലീന പറയുന്നുണ്ട് കേട്ടോ, മോള് വിഷമിക്കേണ്ട, എല്ലാ പ്രാവശ്യത്തെയും പോലെ ഇപ്രാവശ്യവും നല്ല അടിപൊളിയായി തന്നെ സാറിൻ്റെയും മേഡത്തിൻ്റെയും വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിക്കും. നമുക്ക് സാറിനോടൊന്ന് സംസാരിച്ച് നോക്കാം. ഒരുപക്ഷെ ഈ വെഡ്ഡിങ് ആനിവേഴ്സറിയോട് കൂടി അവരുടെ പ്രശ്നങ്ങളൊക്കെ തീർന്നാലോ. അപ്പോൾ കൃഷ്ണമോൾ പറയുന്നുണ്ട്, ചേച്ചി എൻ്റെ കൂടെ നിൽക്കൂ, ഞാൻ സംസാരിക്കാം അച്ഛനോട്. ചേച്ചിയും കൂടി എൻ്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ ഒരു പക്ഷേ അച്ഛൻ സമ്മതിച്ചേക്കും. ചിലപ്പോൾ ഇതോടുകൂടി അവരുടെ പ്രശ്നങ്ങളൊക്കെ തീർന്നാലോ, അവർ പഴയ പോലെ ആയാലോ. അപ്പം അലീന പറയുന്നുണ്ട്, അതിനെന്താ മോളെ, ഞാൻ നിൻ്റെ കൂടെ തന്നെയുണ്ട്. അങ്ങനെ രണ്ടാളും കൂടി ബാലേന്ദ്രനെ കാണാനായിട്ട് പോകുന്നുണ്ട് കേട്ടോ മുകളിലേക്ക്. അപ്പോൾ ഇവരെ കാണുമ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് കേട്ടോ, എന്താണ് രണ്ടാളും കൂടിയിട്ട്, എന്തോ കാര്യമായിട്ട് എന്നോട് പറയാനുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ കൃഷ്ണമോളി പറയുന്നുണ്ട് കേട്ടോ, അച്ഛൻ ഇത് ഏതാ മാസം എന്നറിയോ. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഇത് ജാനുവരി അല്ലേ. അപ്പോൾ കൃഷ്ണമോളി പറയുന്നുണ്ട് കേട്ടോ, ഈ മാസത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഓ റിപ്പബ്ലിക് ഡേ, അതങ്ങ് 26-ാം തീയതി അല്ലേ. അപ്പോൾ കൃഷ്ണമോളി പറയുന്നുണ്ട് കേട്ടോ, അതല്ല, 2 ദിവസം കഴിഞ്ഞാൽ അച്ഛൻ്റെ അമ്മയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്, അത് ഓർമ്മയുണ്ടോ അച്ഛന്. അപ്പോൾ ബാലേന്ദ്ര മേനോൻ പറയുന്നുണ്ട് കേട്ടോ, ഓ അതൊക്കെ ഞാൻ എപ്പോഴേ മറന്നു. എന്ത് വെഡ്ഡിങ് ആനിവേഴ്സറി, ആ ദിവസം ഞാൻ ഓർക്കാൻ തന്നെ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അലീന പറയുന്നുണ്ട് കേട്ടോ, അങ്ങനെ പറയല്ലേ സാർ, എല്ലാ വർഷവും വളരെ സന്തോഷത്തോടു കൂടി ആഘോഷിച്ച് വന്നിരുന്നൊരു ദിവസമല്ലേ അത്. ഇപ്രാവശ്യം അതിന് മാറ്റമൊന്നും വരുത്തണ്ട. അപ്പോൾ കൃഷ്ണമോളി പറയുന്നുണ്ട് കേട്ടോ, അതെ അച്ഛാ, എത്ര ആഘോഷമായിട്ടാണ് അച്ഛൻ്റെ അമ്മയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറി നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാറ്. റിലേറ്റീവ്സും ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ആയിട്ട് എന്ത് രസമായിരുന്നു ആ ദിവസം. ഇപ്രാവശ്യം അങ്ങനെ തന്നെ ആവണം. അപ്പോൾ ബാലേന്ദ്ര മേനോൻ പറയുന്നുണ്ട് കേട്ടോ, ഒന്നും പഴയതുപോലെ ആവില്ല മോളെ, ആ ബാലേന്ദ്രനൊക്കെ എന്നേ മരിച്ചു. അപ്പോൾ അലീന പറയുന്നുണ്ട്, അങ്ങനെ പറയില്ല സാർ, ഒന്നും മാറിയിട്ടില്ല, എല്ലാം പഴയതുപോലെ തന്നെയാണ്. സാറും മാഡവും മനസ്സ് വെച്ചാൽ തീരാവുന്നതേ ഉള്ളൂ ഈ വീട്ടിലെ പ്രശ്നങ്ങളെല്ലാം. അപ്പോൾ കൃഷ്ണമോളി പറയുന്നുണ്ട് കേട്ടോ, അതെ അച്ഛാ, ഞങ്ങൾക്ക് വേണ്ടിയെങ്കിലും ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് മറന്ന് ഒരു ദിവസം നമുക്ക് എല്ലാവർക്കും കൂടി സന്തോഷത്തോടു കൂടി ആഘോഷിച്ചൂടെ. അപ്പോൾ അലീന പറയുന്നുണ്ട് കേട്ടോ, അതെ സർ, നമ്മുടെ ജീവിതമൊക്കെ എത്ര ചെറുതാ, അതിൽ ആഘോഷിക്കാൻ കിട്ടുന്ന അപൂർവം ചില നിമിഷങ്ങളാണ് ഇതൊക്കെ. അതൊന്നും നമ്മളായിട്ട് കളയണ്ട. സാർ ഇതിന് സമ്മതിക്കണം. മക്കളുടെ ആഗ്രഹങ്ങളും കണക്കിലാക്കണ്ടേ. ബാലേന്ദ്രൻ കുറച്ച് നേരത്തേക്ക് ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. കുറച്ച് നേരത്തിന് ശേഷം ബാലേന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ, ശരി, നിങ്ങളുടെ ഒക്കെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ അതുപോലെ തന്നെ നടക്കട്ടെ. പക്ഷേ അതുകൊണ്ടൊന്നും എനിക്കും വൈജയ്ക്കും ഇടയിലുള്ള പ്രശ്നങ്ങളൊക്കെ മാറിയെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. അതൊന്നും ഒരിക്കലും മാറാനും പോകുന്നില്ല. അങ്ങനെ പറഞ്ഞ് ബാലേന്ദ്രൻ പോവാണ് കേട്ടോ. എങ്കിലും വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാൻ സമ്മതിച്ചതിൻ്റെ സന്തോഷത്തിലാണ് കേട്ടോ അലീനയും കൃഷ്ണമോളും. അങ്ങനെ കൃഷ്ണമോളി വിവരം വൈജയനെ വിളിച്ച് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ വൈജയ്ക്ക് ആകെ സന്തോഷമാവാണ് കേട്ടോ. തങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങളൊക്കെ മറന്ന് ബാലേന്ദ്രൻ വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാൻ സമ്മതിച്ചല്ലോ, ആ സന്തോഷത്തിലാണ് കേട്ടോ വൈജയന്തി. അലീനയും കൃഷ്ണമോളും കൂടിയിട്ടാണ് കേട്ടോ പാർട്ടിക്ക് വേണ്ട ഒരുക്കങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ വൈകിട്ട് ഷോപ്പിൽ നിന്ന് വരുന്ന ബാലചന്ദ്രൻ്റെ കയ്യിൽ നിറയെ കവറുകൾ ഉണ്ടായിരുന്നു കേട്ടോ. ഓരോരുത്തർക്കും വേണ്ട ഡ്രസ്സും ജ്വല്ലറീസൊക്കെ ആയിരുന്നു കേട്ടോ അതിൽ. അങ്ങനെ ബാലചന്ദ്രൻ തന്നെ എല്ലാവരുടെ കയ്യിലും ഓരോ കവറ് കൊടുത്തു കേട്ടോ. വൈജയന്തിക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു കവറ്. അത് കിട്ടിയോടുകൂടി വൈജയന്തി ആകെ ഹാപ്പിയായി. ബാലചന്ദ്രനിൽ നിന്ന് ഇങ്ങനൊരു മാറ്റം വൈജയന്തി പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വൈജയന്തി ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. അവസാനം ബാലചന്ദ്രൻ നമ്മുടെ അലീനയ്ക്ക് ഒരു കവർ കൊടുക്കുന്നുണ്ട് കേട്ടോ. അലീനയാണെങ്കിൽ അത് വാങ്ങാതെ മടിച്ച് നിൽക്കുമായിരുന്നു. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്,
ഇത് ഞാൻ നിനക്ക് വേണ്ടി സെലക്ട് ചെയ്തതാ. എങ്ങനെയുണ്ടെന്ന് നോക്ക്. നിനക്ക് ഇഷ്ടപ്പെട്ടോ? അങ്ങനെ അലീന ആ കവർ തുറന്ന് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിലൊരു അടിപൊളി സാരിയാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. അത്യാവശ്യം നല്ല വിലയുള്ളൊരു സാരി തന്നെയാണ്. അത് കണ്ടോടുകൂടി വൈജയന്തിയുടെ മുഖം ആകെ മാറി കേട്ടോ. അലീനയുടെ കയ്യിൽ നിന്ന് ആ സാരി തട്ടിപ്പറിച്ച് നമ്മുടെ വൈജയന്തി നോക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ബാലേന്ദ്രനോട് ചോദിക്കുന്നുണ്ട്, ഇവൾക്ക് എന്തിനാ ഇത്രയും വിലപിടിപ്പുള്ള സാരി? രൂപ 10,000 ഒരു വേലക്കാരിക്ക് ഇത്രയും വിലപിടിപ്പുള്ള സാരി ആരെങ്കിലും കൊടുക്കുമോ? അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നീ കൊടുക്കത്തില്ലായിരിക്കും, പക്ഷെ ഞാൻ കൊടുക്കും. അത് ഞാൻ അവൾക്ക് വേണ്ടി വാങ്ങിച്ചതാ, അത് അവളുടെ കയ്യിൽ തന്നെ കൊടുത്തേക്ക്. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, അങ്ങനെ ഇത്രയും വിലപിടിപ്പുള്ള സാരി കൊടുത്തുകൊണ്ട് എൻ്റെ വെഡിങ് ആനിവേഴ്സറിക്ക് ഇവൾ അണിഞ്ഞൊരുങ്ങി നിൽക്കണ്ട. അങ്ങനെ പറഞ്ഞുകൊണ്ട് വൈജയന്തി ആ സാരിയും വാങ്ങിച്ച് പോകുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ അലീന പറയുന്നുണ്ട്, സാരില്ല സാർ, എനിക്ക് ഇത്രയും വിലപിടിപ്പുള്ള സാരിയുടെ ഒന്നും ആവശ്യമില്ല. ഞാൻ ഏതെങ്കിലും ഡ്രസ്സ് ഇട്ടുകൊണ്ട് വെഡിങ് ആനിവേഴ്സറി നിങ്ങളുടെ അല്ലേ, നിങ്ങളെല്ലാവരും നന്നായി അണിഞ്ഞൊരുങ്ങി നിന്നാൽ മതി. അങ്ങനെ പറഞ്ഞ് അലീന അടുക്കളയിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. ഇത് കാണുമ്പോൾ ബാലേന്ദ്രനും വിഷമാവുന്നുണ്ട്. ഒന്നും മിണ്ടാതെ ബാലേന്ദ്രനും മുകളിലേക്ക് കയറി പോകുന്നുണ്ട് കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ ബാലേന്ദ്രൻ അലീനേനെ മുകളിലേക്ക് വിളിപ്പിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അലീന മുകളിലേക്ക് കയറി ചെല്ലുന്നുണ്ട്. എന്താ സാർ വിളിപ്പിച്ചത്? അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ, ഇങ്ങ് കയറി വാ. അങ്ങനെ ബാലേന്ദ്രൻ അവിടെ മേശയമ വെച്ചിരുന്ന ഒരു കവറെടുത്ത് അലീനയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, അതൊന്ന് തുറന്ന് നോക്കി, എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറ. അപ്പോൾ അലീന ആ കവർ തുറന്ന് നോക്കുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു സാരി ആയിരുന്നു കേട്ടോ അതിലുണ്ടായിരുന്നത്. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, സാർ ഇത് എനിക്കെന്തിനാ ഇത്? അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, എനിക്ക് ആദ്യമേ അറിയായിരുന്നു ഞാൻ നിനക്ക് എന്തെങ്കിലും വാങ്ങിച്ചു തന്നാൽ അത് വൈജയന്തി തട്ടിപ്പറിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഒരെണ്ണം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അവൾ എടുത്തുകൊണ്ട് പോയതിനേക്കാൾ വിലപിടിപ്പുള്ള സാരി അത്. ഇത് ഞാൻ നിനക്കായി വാങ്ങിച്ചതാ. ഒരു മകൾക്ക് അച്ഛൻ തരുന്ന സമ്മാനമായി കണ്ടാൽ മതി ഇതിനെ. ഇതൊക്കെ കേൾക്കുമ്പോൾ അലീനയുടെ കണ്ണ് നിറയാണ് കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നീ എന്തിനെങ്ങനെ കരയുന്നേ? നീയല്ലേ പറയാറ് ഞാൻ നിൻ്റെ അച്ഛൻ്റെ പോലെയാന്ന്. അപ്പം അച്ഛൻ്റെ വെഡിങ് ആനിവേഴ്സറിക്ക് മകൾ നന്നായി ഒരുങ്ങണ്ടേ? ഇതിൽ ജ്വല്ലറീസും ഉണ്ട്, എടുത്ത് നോക്ക്, നിനക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് അറിയണ്ടേ? അങ്ങനെ അലീന ജ്വല്ലറീസ് എടുത്ത് നോക്കുന്നുണ്ട് കേട്ടോ. മാലയും വളയും കമ്മലും അങ്ങനെ സകല സാധനങ്ങളും ഉണ്ട് കേട്ടോ അതിൽ. അപ്പം നമ്മുടെ അലീന ചോദിക്കുന്നുണ്ട്, സർ ഇതിനൊക്കെ ഒരുപാട് പൈസയാവില്ലേ? അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അതെന്തിനാ നീ ആലോചിക്കുന്നത്? ഇത് ഞാൻ നിനക്ക് വേണ്ടി തന്നതാ, നിനക്ക് അവകാശപ്പെട്ടതാ. ഇത് കൊണ്ടുപോയി എടുത്തു വെച്ചോ. വെഡിങ് ആനിവേഴ്സറിയുടെ അന്ന് ഇതെല്ലാം ഇട്ടിട്ട് വേണം നീ നിൽക്കാൻ, കേട്ടല്ലോ? ഇതൊക്കെ കേട്ടപ്പോൾ അലീനയ്ക്ക് ഒരുപാട് സന്തോഷമായിട്ടോ. അങ്ങനെ അലീന അതും കൊണ്ട് മുത്തശ്ശിയുടെ റൂമിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. മുത്തശ്ശിയാണെങ്കിൽ രാമായണം വായിച്ചിരിക്കുന്നുണ്ടാവും കേട്ടോ അവിടെ. അപ്പോൾ അലീന പറയുന്നുണ്ട്, മുത്തശ്ശി ഇത് കണ്ടോ? അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്താടി മോളെ ഇത്? അപ്പോൾ അലീന പറയുന്നുണ്ട്, ഇതൊരു സാരിയാ, ബാലേന്ദ്രൻ സാറ് തന്നതാ വെഡിങ് ആനിവേഴ്സറിക്ക് ഇടാനായിട്ട്. ഇതിൻ്റെ കൂടെ മാലയും വളയും കമ്മലും ഒക്കെ ഉണ്ട്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് കേട്ടോ, ആണോ? കൊള്ളാലോടി മോളെ, ഇത് നിനക്ക് നന്നായി ചേരുന്ന കളറാ. ഇതെടുത്താൽ നിന്നെ കാണാൻ നല്ല രസമുണ്ടാവും. വൈജയന്തി കണ്ടായിരുന്നോ ഇത്? അവളൊന്നും പറഞ്ഞില്ലേ? അപ്പം അലീന പറയുന്നുണ്ട് കേട്ടോ, മേഡം സമ്മതിക്കുന്നു തോന്നുന്നുണ്ടോ മുത്തശ്ശിക്ക്? ബാലേന്ദ്രൻ സാറ് എല്ലാവരുടെ മുന്നിൽ വെച്ച് എനിക്കൊരു സാരി തന്നതാ. അത് ഇഷ്ടപ്പെടാത്ത മേഡം അപ്പം തന്നെ എൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് വാങ്ങിച്ചു. വേലക്കാരിയൊന്നും ഇത്രയും വിലപിടിപ്പുള്ള സാരി ഉടുക്കണ്ടെന്ന് പറഞ്ഞിട്ട്. ഇതിപ്പോൾ സാറിൻ്റെ മേലോട്ട് വിളിപ്പിച്ച് വേറെ തന്നതാ. ഇതും നല്ല വിലയുള്ള സാരിയാണ് മുത്തശ്ശി, മേഡത്തിന് കണ്ടാൽ ഒട്ടും സഹിക്കില്ല. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, അതൊന്നും നീ നോക്കണ്ട, ബാലൻ അവൻ്റെ ഇഷ്ടപ്രകാരം തന്നതല്ലേ, നീ ഏതായാലും അവൻ പറഞ്ഞതനുസരിച്ചാൽ മതി. അപ്പം അലീന പറയുന്നുണ്ട്, ഇനി ഇതിൻ്റെ പേരിൽ എന്തെങ്കിലും ഭൂകമ്പം ഉണ്ടാവുമോയെന്നാണ് എൻ്റെ പേടി. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് കേട്ടോ, നീ ഇപ്പം അതൊന്നും ആലോചിക്കേണ്ട, ഇതിൻ്റെ പേരിൽ എന്ത് ഭൂകമ്പം വന്നാലും ബാലൻ നോക്കിക്കോളും. അങ്ങനെ വെഡിങ് ആനിവേഴ്സറിയുടെ ദിവസം എത്തിയിട്ടോ. എല്ലാവരും നല്ലപോലെ ഒരുങ്ങിയിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. ഗസ്റ്റുകളൊക്കെ ഓരോരുത്തരായിട്ട് വരാൻ തുടങ്ങി. അലീനയാണെങ്കിൽ മുത്തശ്ശീനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, എടി മോളെ, എനിക്ക് ഇത്രയൊക്കെ ഒരുങ്ങിയാൽ മതി, ഇനി നീ പോയി ഒരുങ്ങ്. ഗസ്റ്റുകളൊക്കെ ഓരോരുത്തരായി വന്നു തുടങ്ങി. നീ ഈ വീട്ടിലിടുന്ന വേഷം മാറ്റിയിട്ട് ആ സാരി ഉടുക്കാൻ നോക്ക്. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഞാൻ ഒരുങ്ങിക്കോളാം, ആദ്യം എൻ്റെ മുത്തശ്ശീനെ സുന്ദരിയാക്കട്ടെ. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ഓ ഈ പ്രായത്തിൽ സുന്ദരിയായിട്ട് ആരെ കാണിക്കാനാ? നീ നന്നായി ഒരുങ്ങി നിന്നാൽ മതി. ഇനി ഏതെങ്കിലും ചെറുക്കന്മാർക്ക് നിന്നെ കണ്ട് ഇഷ്ടപ്പെട്ടാലോ? അപ്പോൾ അലീന പറയുന്നുണ്ട്, ഓ പിന്നെ. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് കേട്ടോ, ഞാൻ വെറുതെ പറഞ്ഞതല്ലടി കൊച്ചേ, ഇതുപോലെയൊക്കെയാണ് ഓരോരുത്തർ കണ്ടിഷ്ടപ്പെട്ട് കല്യാണമൊക്കെ ആലോചിച്ച് വരുന്നത്. എന്നെ കുഞ്ഞിരാമേട്ടൻ പണ്ട് ഒരു കല്യാണത്തിന് പോയപ്പോൾ കണ്ടിഷ്ടപ്പെട്ട് കല്യാണം ആലോചിച്ച് വന്നതല്ലേ, അങ്ങനെയല്ല ഞങ്ങളുടെ കല്യാണം നടന്നത്. അപ്പം അലീന പറയുന്നുണ്ട് കേട്ടോ, അപ്പം മുത്തശ്ശിയുടെ ലവ് മാരേജ് ആയിരുന്നോ? അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, ഓ ഇവളെ കൊണ്ട് തോറ്റു. ഞാൻ എന്നതാ പറയുന്നേ, നീ എന്നതാ കേൾക്കുന്നത്? ഒന്ന് പോയി ഒരുങ്ങിയിട്ട് വാടി. നിൻ്റെ സമയം നല്ലതാണെങ്കിൽ
നിനക്ക് ഇവിടുന്ന് തന്നെ നല്ലൊരു ചെക്കനെ കിട്ടും. അതോടെ നിന്റെ ജീവിതം രക്ഷപ്പെട്ടില്ലേ? അപ്പം അലീന പറയുന്നുണ്ട്, മുത്തശ്ശിയാൾ കൊള്ളാലോ, ഇതുപോലുള്ള ഐഡിയകൾ ഇനി വേറെ ഉണ്ടോ? അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, ഓ കിന്നരിച്ച് നിൽക്കാണ്ട് ഒന്ന് പോയി റെഡിയാവ്. ആൾക്കാരൊക്കെ വന്നു തുടങ്ങി. കുറച്ച് കഴിഞ്ഞാൽ വൈജ നിന്നെ അന്വേഷിച്ചു തുടങ്ങും. പിന്നെ ഒരുങ്ങാനൊന്നും നേരം കിട്ടില്ല. അലീന പറയുന്നുണ്ട്, ശരി ശരി, എന്നാൽ ഞാൻ റെഡി ആയിട്ട് വരാം. അങ്ങനെ അലീന റെഡി ആവാൻ പോകുന്നുണ്ട് കേട്ടോ. ആ സമയം നമ്മുടെ മനു വരുന്നുണ്ട് കേട്ടോ. ഹലോ ഭാനുമതി അമ്മേ. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട് കേട്ടോ, എടാ മോനെ നീ എപ്പോൾ വന്നടാ? അപ്പം മനു പറയുന്നുണ്ട്, ഞാൻ ദേ വന്ന് കയറിയുള്ളൂ. അപ്പം മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, നീ ഒറ്റയ്ക്കേ ഉള്ളോ? കമലയൊന്നും വന്നില്ലേ? അപ്പം മനു പറയുന്നുണ്ട്, എല്ലാവരും വന്നിട്ടുണ്ട്, അവരൊക്കെ ഹോളിലുണ്ട്. ഞാൻ എൻ്റെ മുത്തശ്ശിനെ കാണാൻ ഓടി വന്നതല്ലേ. ഇന്ന് മുത്തശ്ശിനെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, ഓ അത് അവളുടെ പണിയാ, ഞാൻ പറഞ്ഞതാ ഇത്രയൊന്നും ഒരുങ്ങണ്ടാന്ന്. അപ്പം അവൾക്ക് എന്നെ ഒരുക്കിയേ തീരൂ. അപ്പം മനു ചോദിക്കുന്നുണ്ട്, എന്നിട്ട് എവിടെ നമ്മുടെ ബ്യൂട്ടീഷ്യൻ? ഇവിടെയൊന്നും കാണാനില്ലല്ലോ. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, ഞാൻ അവളെ റെഡിയാവാൻ വേണ്ടി വിട്ടിരിക്കുക. എല്ലാവരും നല്ല ഡ്രസ്സ് ഇട്ടിക്കുമ്പോൾ അവൾ മാത്രം പഴയതിട്ട് നിന്നാൽ മതിയോ? ഒന്നില്ലേലും ഇന്നൊരു നല്ല ദിവസമല്ലേ. അപ്പം മനു പറയുന്നുണ്ട് കേട്ടോ, ആ അത് ശരിയാ. അവിടേക്ക് നമ്മുടെ അലീന വരുന്നുണ്ട് കേട്ടോ. സാരി ഉടുത്ത് മുടിയൊക്കെ കുളിർമേട മെടഞ്ഞ് കമ്മലും മാലയും വളയിട്ട് അലീനനെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അലീനയെ കണ്ടതും മുത്തശ്ശിയും മനു ആകെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, എടി മോളെ നിന്നിപ്പോൾ കാണാൻ എന്ത് ഭംഗിയാണെന്നോ, എന്തൊരു ഐശ്വര്യ നിൻ്റെ മുഖത്ത്. അല്ലേടാ മനു? മനു ആണെങ്കിൽ അലീനനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. മുത്തശ്ശി പറയുന്നതൊന്നും മനു കേൾക്കുന്നില്ല. അപ്പം മുത്തശ്ശി വിളിക്കുന്നുണ്ട്, എടാ മനു ഞാൻ പറയുന്നത് നീ കേൾക്കുന്നുണ്ടോ? അപ്പം മനു പറയുന്നുണ്ട്, എന്താ മുത്തശ്ശി? അപ്പം മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, നിങ്ങളെ കാണാൻ നല്ല ഭംഗിയില്ലേടാ? അപ്പം മനു ആണെങ്കിൽ അലീനയുടെ മുഖത്ത് നോക്കി പറയുന്നുണ്ട്, പിന്നെ അലീനനെ കാണാൻ ഇന്നൊരു പ്രത്യേക ഭംഗിയുണ്ട്. ഇത് കേൾക്കുമ്പോൾ അലീനയ്ക്ക് ചെറുതായിട്ട് നാണൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പം അലീന ചോദിക്കുന്നുണ്ട്, മനുവേട്ടൻ വന്നിട്ട് ഒത്തിരി നേരമായോ? അപ്പോൾ മനു പറയുന്നുണ്ട്, ഇല്ല ജസ്റ്റ് വന്നതേ ഉള്ളൂ. അപ്പം അലീന പറയുന്നുണ്ട്, എന്നാൽ ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. അങ്ങനെ പറഞ്ഞ് അലീന അടുക്കളയിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, ഓ പെണ്ണിൻ്റെ ഒരു നാണം കണ്ടില്ലേ, ബാലേന്ദ്രൻ എടുത്തു കൊടുത്തതാ ആ സാരിയും മാലയും വളയും കമ്മലൊക്കെ. എല്ലാവർക്കും എടുത്തു കൊടുത്തപ്പോൾ അലീനയ്ക്കും കൊടുത്തു വരണം. പക്ഷേ വൈജയന്തിക്ക് അത് ഒട്ടും ഇഷ്ടമായില്ല. അവളുടെ കയ്യിൽ നിന്ന് അത് തട്ടിപ്പറിച്ച് വാങ്ങിച്ചു. ഇത് വൈജയന്തി അറിയാതെ ബാലേന്ദ്രൻ കൊടുത്തത് അവൾക്ക്. എടുത്തില്ല എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു, ഞാൻ അവളെ നിർബന്ധിച്ചേ. ഏതായാലും അത് അവൾക്കായിട്ട് അവൻ വാങ്ങിക്കൊടുത്തതല്ലേ, അവൾ മാത്രമായിട്ട് എന്തിനാ ഇടാണ്ടിരിക്കുന്നേ? മാത്രമല്ല ഈ വരുന്ന വിരുന്നാരുടെ കൂട്ടത്തിൽ ഏതെങ്കിലും നല്ല ചെറുക്കന്മാരുണ്ടേ അവളെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് അവളെ കല്യാണം കഴിച്ച് കൊടുക്കാമല്ലോ. ഇത് കേൾക്കുമ്പോൾ മനുവിന് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അപ്പോൾ മനു ചോദിക്കുന്നുണ്ട്, അതെന്താ അവൾക്കിപ്പോൾ കല്യാണം കഴിക്കണമെന്ന് അവൾ പറഞ്ഞു? അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അവൾ അങ്ങനെ പറയുന്നത് നിനക്ക് തോന്നുന്നുണ്ടോ? ഞാൻ എൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞതാ. അപ്പം മനു പറയുന്നുണ്ട് കേട്ടോ, എന്നാൽ ശരി മുത്തശ്ശി, ഞാനെന്നാൽ അങ്ങോട്ട് പൊക്കോട്ടെ. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, ശരിയുടെ മോനെ. അങ്ങനെ മനു മുത്തശ്ശിയുടെ റൂമിൽ നിന്ന് പോരുന്നുണ്ട് കേട്ടോ. പുറത്തേക്ക് ഇറങ്ങിയതും മനു അലീനനെ തന്നെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അലീനയാണെങ്കിൽ എല്ലാവർക്കും ജ്യൂസ് എടുത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു ചെറുപ്പക്കാരൻ അലീനയുടെ അടുത്ത് വന്ന് സംസാരിക്കുന്നുണ്ട് കേട്ടോ. ഇയാളുടെ പേരെന്താ? അപ്പം അലീന പറയുന്നുണ്ട്, അലീന. ഇയാൾ ഇവിടുത്തെ ബാലേന്ദ്രൻ അങ്കിളിൻ്റെ റിലേറ്റീവാണോ? അപ്പം അലീന പറയുന്നുണ്ട് കേട്ടോ, അതെ. അപ്പം അയാൾ പറയുന്നുണ്ട് കേട്ടോ, ഞാൻ ബാലേന്ദ്രൻ അങ്കിളിൻ്റെ ഫ്രണ്ടിൻ്റെ മകനാണ്. അച്ഛനും ബാലേന്ദ്രൻ അങ്കിളും ബിസിനസ് പാർട്ട്നേഴ്സാണ്. ഞാൻ ഇതിനു മുമ്പ് ഇയാളിവിടെ കണ്ടിട്ടില്ലല്ലോ. അപ്പം അലീന പറയുന്നുണ്ട്, അത് പിന്നെ ഞാൻ ഇവിടെ അല്ലായിരുന്നു. ഞാൻ ഈ നാട്ടിലേക്ക് വന്നിട്ട് 3 മാസമേ ആയിട്ടുള്ളൂ. എന്നാൽ ശരി ഞാൻ പൊയ്ക്കോട്ടെ, എല്ലാവർക്കും ജ്യൂസ് കൊടുക്കാനുണ്ട്. അങ്ങനെ പറഞ്ഞ അലീന അവിടെ നിന്ന് പോരുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മുടെ മനു കാണുന്നുണ്ട്. മനുവിനാണെങ്കിൽ ഇതൊട്ടും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അങ്ങനെ മനു അലീനയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട്, ആ മനുവേട്ടനോ, എന്നാ ജ്യൂസ് കുടിക്ക്. ഞാൻ മനുവേട്ടനെ ഒരുപാട് തെരഞ്ഞു, കണ്ടില്ലായിരുന്നല്ലോ. അപ്പം മനു പറയുന്നുണ്ട്, അത് ശരിയാ, ഓരോരുത്തരോട് വർത്തമാനം പറഞ്ഞ് നിൽക്കുമ്പോൾ നമ്മളേക്ക് ശ്രദ്ധിക്കാൻ എവിടെയാ നേരം. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട് കേട്ടോ, അതെന്താ മനുവേട്ടൻ അങ്ങനെ പറഞ്ഞത്? അപ്പം മനു പറയുന്നുണ്ട്, ഒന്നുമില്ല, നേരത്തെ നീ ഒരാളോട് വർത്തമാനം പറഞ്ഞ് നിൽക്കുന്നത് കണ്ടല്ലോ, അയാൾ എന്താ നിന്നോട് ചോദിച്ചത്? അപ്പം അലീന പറയുന്നുണ്ട് കേട്ടോ, ഓ അതോ, അത് സാറിൻ്റെ ഫ്രണ്ടിൻ്റെ മകനാ, എന്നോട് വെറുതെ പേര് ചോദിച്ചെന്നേ ഉള്ളൂ. അപ്പം മനു ചോദിക്കുന്നുണ്ട് കേട്ടോ, പേര് മാത്രമേ ചോദിച്ചുള്ളൂ, കുറേ നേരം വർത്തമാനം പറഞ്ഞ് നിൽക്കുന്നത് ഞാൻ കണ്ടല്ലോ. അപ്പം അലീനയ്ക്ക് കാര്യം പിടികിട്ടി കേട്ടോ. മനുവിനെ വെറുതെ കളിപ്പിക്കാനായിട്ട് അലീന പറയാണ് കേട്ടോ, പേര് മാത്രമല്ല വേറൊരു കാര്യം കൂടി എന്നോട് പറഞ്ഞു. അപ്പോൾ മനു ചോദിക്കുന്നുണ്ട്, എന്താ അത്? അപ്പം അലീന പറയുന്നുണ്ട് കേട്ടോ, ഒന്നുമില്ല, അയാൾക്ക് എന്നോട് എന്തോ ഒരു ചെറിയ ഇഷ്ടമുണ്ടെന്ന്. ഇത് കേൾക്കുമ്പോൾ മനു ഞെട്ടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? അപ്പം അലീന പറയുന്നുണ്ട്, ഞാനൊന്നും പറഞ്ഞില്ല. അപ്പം മനു ചോദിക്കുന്നുണ്ട് കേട്ടോ, അതെന്താ നീ ഒന്നും പറയാഞ്ഞേ?
താല്പര്യമില്ലെന്ന് അപ്പം തന്നെ പറയണ്ടേ? അപ്പം അലീന പറയുന്നുണ്ട്, ആര് പറഞ്ഞു എനിക്ക് താല്പര്യമില്ലെന്ന്? കാണാൻ നല്ല സുന്ദരനാണല്ലോ. മാത്രമല്ല നല്ല പഠിപ്പും ജോലിയും ഒക്കെ ഉണ്ട്. എന്നോട് ഇങ്ങോട്ട് വന്ന് ഇഷ്ടമെന്ന് പറഞ്ഞതല്ലേ. അപ്പം എങ്ങനെ ഒറ്റയടിക്ക് വേണ്ടാന്ന് പറയുന്നേ? ഒന്ന് ആലോചിച്ചിട്ട് പറയാമെന്ന് വിചാരിച്ചു. അപ്പം മനു ചോദിക്കുന്നുണ്ട് കേട്ടോ, അപ്പം നിനക്ക് അയാൾ ഇഷ്ടപ്പെട്ടോ? അപ്പം അലീന പറയുന്നുണ്ട്, ആ ഇഷ്ടപ്പെട്ടു. ഇത് കേൾക്കുമ്പോൾ മനുവിൻ്റെ മുഖം ആകെ പോകുന്നുണ്ട് കേട്ടോ. അലീനയ്ക്ക് ഇതൊക്കെ കണ്ടിട്ട് ചിരിയാണ് വരുന്നത്. അലീന അങ്ങനെ വായ്പൊത്തി ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇത് കാണുമ്പോൾ മനു ചോദിക്കും, നീ എന്നാ തന്നെ ചിരിക്കുന്നത്? അപ്പം അലീന പറയുന്നുണ്ട്, പിന്നെ ചിരിക്കാതെ, മനുവേട്ടനെ പറ്റിക്കാൻ ഇത്ര എളുപ്പമാണെന്ന് ഞാൻ വിചാരിച്ചില്ല. അപ്പം മനു ചോദിക്കുന്നുണ്ട്, അപ്പം നീ എന്നെ പറ്റിച്ചതാണോ? അപ്പം അലീന പറയുന്നുണ്ട്, പിന്നെ അല്ലാതെ. അങ്ങനെ അലീന അടുക്കളയിലോട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പം മനുവിനാകെ ചമ്മൽ പോലെയാവും. വൈജയന്തി ആണെങ്കിൽ ഗസ്റ്റുകളോടൊക്കെ ഇങ്ങനെ വർത്താനം പറഞ്ഞ് നിൽക്കായിരിക്കും കേട്ടോ. അതിലൊരു ഗസ്റ്റ് വന്നിട്ട് വൈജയന്തിയോട് ചോദിക്കുന്നുണ്ട്, ആരാ വൈജയ പെൺകുട്ടി? വൈജയന്തിയുടെ റിലേറ്റീവ് ആണോ? അങ്ങനെ വൈജയന്തി തിരിഞ്ഞു നോക്കുമ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് നമ്മുടെ അലീനേനെയാണ് കേട്ടോ. അലീന അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നത് കാണുമ്പോൾ വൈജയന്തിക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഗസ്റ്റ് പറയുന്നുണ്ട്, നല്ല ഐശ്വര്യമുള്ള പെൺകുട്ടി, എൻ്റെ മകന് വേണ്ടി ആലോചിച്ചാൽ കൊള്ളാമെന്നുണ്ട്. വൈജയുടെ ആരാ ആ കുട്ടി? വൈജയന്തി ആണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അങ്ങനെ ആ ഗസ്റ്റിനോട് ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് നേരെ നമ്മുടെ അലീനയുടെ അടുത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ വൈജയന്തി. ആരെ കാണിക്കാനാടി നീ ഒരുങ്ങി കെട്ടി നിൽക്കുന്നത്? എവിടെ നിന്ന് കിട്ടി നിനക്ക് ഈ സാരി? അപ്പം അലീന പറയുന്നുണ്ട്, അതെന്തിനാ മേഡം അറിയുന്നത്? എനിക്ക് സാറ് തന്ന സാരി മേഡം എൻ്റെ കയ്യിൽ നിന്ന് തട്ടി പറിച്ചല്ലോ. പിന്നെ ഞാൻ എന്തുകൊടുത്താലും മേഡത്തിന് എന്താ? അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, വായടക്കടി, നിൻ്റെ ഉദ്ദേശമൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. വന്നവരെ കൊണ്ട് നീ ഞങ്ങളുടെ ബന്ധുവാന്ന് പറയിക്കണം. പോരാത്തതിന് പറ്റി ചെക്കന്മാരുണ്ടെങ്കിൽ വല വീശി പിടിക്കണം. ഇതല്ലേ നിൻ്റെ ഉദ്ദേശം? അപ്പോൾ അലീന പറയുന്നുണ്ട്, എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഉദ്ദേശങ്ങളൊന്നുമില്ല. ഇനി മേഡത്തിന് അങ്ങനെ തോന്നുകയാണെങ്കിൽ അങ്ങനെ തന്നെ വെച്ചോ എന്ന് പറഞ്ഞ് അലീന പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, നിനക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ടടി, ഈ ഫംഗ്ഷൻ ഒന്ന് കഴിഞ്ഞോട്ടെ. അങ്ങനെ കേക്ക് കട്ടിങ്ങിൻ്റെ സമയമായിട്ടോ. അങ്ങനെ ബാലേന്ദ്രനും വൈജയന്തിയും കൂടി കേക്ക് കട്ട് ചെയ്യുന്നുണ്ട്. കേക്കൊക്കെ കട്ട് ചെയ്ത് ബാലേന്ദ്രൻ ആദ്യം കൊടുക്കുന്നത് നമ്മുടെ കൃഷ്ണമോൾക്കാണ് കേട്ടോ. വൈജയന്തി ആദ്യം വൈജയന്തിക്ക് തരുമെന്ന് വിചാരിച്ചിട്ട് വായൊക്കെ തുറന്ന് നിൽക്കുന്നുണ്ട്. പക്ഷേ ബാലേന്ദ്രൻ അത് മനഃപൂർവ്വം കൃഷ്ണമോൾക്കാണ് കേട്ടോ കൊടുക്കുന്നത്. പിന്നെ ബബിതയ്ക്കും രോഹിത്തിനും കൊടുക്കുന്നുണ്ട്. ഗസ്റ്റുകളുള്ള കാരണം വൈജയന്തി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അതിനുശേഷം ബാലേന്ദ്രൻ അലീനേനെ വിളിക്കുന്നുണ്ട് അടുത്തേക്ക്. ഒരു കേക്ക് കഷ്ണം എടുത്തിട്ട് അലീനയുടെ വായിലും വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കാണുമ്പോൾ അലീനയ്ക്ക് ഭയങ്കര സന്തോഷമാവാണ് കേട്ടോ. പക്ഷേ വൈജയന്തിക്ക് ഇതൊട്ടും സഹിക്കാൻ പറ്റുന്നില്ല. തനിക്ക് തരേണ്ട കേക്ക് അലീനയുടെ വായിൽ വെച്ച് കൊടുത്തേ. ആ രീതിയിലാണ് കേട്ടോ വൈജയന്തി അതിനെടുക്കുന്നത്. ഇതിൻ്റെ കൂടെ എരികേറ്റാനായിട്ട് കമലി ഓരോന്ന് പറയുന്നുണ്ട് കേട്ടോ വൈജയന്തിയോട്. എന്താ വൈജയ ഇത്? ഈ വീട്ടിലെ നിൻ്റെ സ്ഥാനമൊക്കെ പോയോ? ഇപ്പം അലീനയാണോ ആ സ്ഥാനത്ത്? വന്ന് വന്ന് വേലക്കാരി വീട്ടുകാരിയാവോ? കമലയുടെ കളിയാക്കൽ കേട്ടിട്ട് വൈജയന്തിക്ക് ഒട്ടും സഹിക്കുന്നില്ല കേട്ടോ. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, എൻ്റെ വീട്ടിലെ കാര്യം ഞാൻ നോക്കിക്കോളാം. കമലയിടത്തി മനുവിനൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അവൻ വന്നപ്പോൾ മുതൽ അലീനയുടെ പിന്നാലെയാണ്. നോക്കിയും കണ്ടൊക്കെ നിന്നോ, അല്ലെങ്കിൽ കൊല്ലപ്പള്ളിയിലെ മരുമോളായി അവൾ അങ്ങ് കയറി വരും. പിന്നെ എന്നെ പറഞ്ഞേക്കരുത്. ഇത് കേൾക്കുമ്പോൾ കമലയ്ക്കും സഹിക്കുന്നില്ല കേട്ടോ. കമല നോക്കുമ്പോൾ മനു ആണെങ്കിൽ അലീനനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. വേഗം മനുവിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ കമല. എന്തോന്നാടാ അവളെ തന്നെ വായി നോക്കി നിൽക്കുന്നത്, മനുഷ്യനെ നാണം കെടുത്താനായിട്ട്. അപ്പം മനു പറയുന്നുണ്ട്, ഞാൻ എല്ലാവരെയും നോക്കുന്നുണ്ട്. അമ്മ ഇത് എന്നാ വർത്താനായി പറയുന്നേ? അപ്പം കമല പറയുന്നുണ്ട്, ഞാൻ പൊട്ടിയൊന്നല്ല മനു, നിൻ്റെ നോട്ടൊക്കെ എങ്ങോട്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. വേറെ വല്ല ഉദ്ദേശവും മനസ്സിലുണ്ടെങ്കിൽ അതിപ്പോഴേ നുള്ളി കളഞ്ഞേക്ക്. ഈ കമല ജീവിച്ചിരിക്കുന്നിടത്തോളം അതൊന്നും നടക്കത്തില്ല, നടക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. അപ്പോൾ മനു പറയുന്നുണ്ട്, ഈ അമ്മയ്ക്ക് ഭ്രാന്താണെന്നാ തോന്നുന്നത്, ഒരു സൈക്കാട്രിസ്റ്റിനെ കാണേണ്ട സമയം കഴിഞ്ഞു. അപ്പോൾ കമല പറയുന്നുണ്ട്, ദേ മനു, നീ എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിക്കരുത്, ചുറ്റിനും ആൾക്കാരുണ്ട്, ബാക്കി ഞാൻ വീട്ടിൽ ചെന്നിട്ട് പറയാം. അങ്ങനെ പറഞ്ഞ് കമല അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. മനു അതൊന്നും മൈൻഡ് ചെയ്യാതെ അലീനനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. ഇതൊക്കെ അലീന ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. എന്നാലും ഒന്നറിയാത്ത മട്ടിലാണ് കേട്ടോ അലീന നടക്കുന്നത്. ഏതായാലും മനുവിൻ്റെ മനസ്സിൽ അലീനോടൊരു ഇഷ്ടമുണ്ടെന്ന് അലീനയ്ക്കറിയാം. അതേപോലെ അലീനയ്ക്ക് തിരിച്ചുമുണ്ട്. പക്ഷേ രണ്ടാളും അത് തുറന്ന് പറയുന്നില്ലെന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണ് കേട്ടോ അപ്കമിങ് സീക്വൻസ്. എപ്പിസോഡിൽ അതേപടി തന്നെ വരണമെന്നില്ല, ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരാം കേട്ടോ. ഇതിൽ എൻ്റെ ഇമാജിനേഷനും കൂടി ഞാൻ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റോറി ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പുതിയ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്